ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം കേട്ട ദൈവശബ്ദം കാണുന്ന ഒരു വർഷമാക്കി ദൈവം ഈ വർഷത്തെ ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം ഇങ്ങനെ പറയുന്നു: കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. You are blessed because you believed. Whatever you have heard, you will see it. എലിസബത്ത് മറിയോട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത്. എലിസബത്ത് ഇത് പറയുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു വലിയ പ്രയാസത്തോടു കൂടിയാണ് അവൾ ഇത് പറയുന്നത്. കാരണം ദൈവം പറഞ്ഞത് ജീവിതത്തിൽ അന്വർത്ഥമാകുമെന്ന് ആദ്യ സമയത്തെങ്കിലും വിശ്വസിക്കാൻ കഴിയാതെ പോയ ഒരനുഭവം അവളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ കേട്ടയുടനെ അത് വിശ്വസിക്കാൻ കഴിഞ്ഞ നീ മഹാഭാഗ്യവതിയാണ്, യു ആർ എ ബ്ലെസ്ഡ് പേഴ്സൺ എന്ന് എലിസബത്ത് മറിയോട് പറയുകയാണ്. നാം പലപ്പോഴും കേൾക്കുന്ന വാർത്തകൾ സാധാരണ വാർത്തകളല്ല പ്രിയപ്പെട്ടവരെ. ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം മാത്രം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് ഈ വാർത്തകളുടെ പ്രത്യേകതകൾ കാണുവാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ദൂതൻ സെഖരിയ പുരോഹിതനോട് പറയുന്നത് ഇങ്ങനെയാണ്: തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള ഈ കാര്യം നീ വിശ്വസിക്കായിക കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ദൂതൻ സെഖരിയാവിനോട് സംസാരിക്കുന്നത്. അതായത് നാം കേട്ടിട്ടുള്ള വാർത്തകൾ, അത് വാർത്തകൾ ഒരുപക്ഷെ വചനത്തിലൂടെ ആവാം, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ നടുവിലാവാം, പ്രവചന ശബ്ദമായിട്ടാവാം, ഒരു സ്വപ്നത്തിലൂടെയോ ദർശനത്തിലൂടെയാവാം. നാം കേട്ട ആ ദൈവ ശബ്ദം, ആ ശബ്ദത്തിന്റെ ആദ്യത്തെ പ്രത്യേകത ആണെന്നറിയാമോ? ദിസ് വിൽ ബി ഫുൾഫിൽഡ് ഇൻ ഇറ്റ്സ് അപ്പോയിന്റഡ് ടൈം. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള ഒരു ശബ്ദമാണ് ഞാനും നിങ്ങളും കേട്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? ഇത് 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇറ്റ് ഇസ് എ ഗ്ലാഡ് ടൈഡിങ്. ഇത് ഒരു സദ്വർത്തമാനമാണ്. ഈ സദ്വർത്തമാനം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ദൂതൻ സെഖരിയാവിനോട് പറയുന്നു. ഞാനും നിങ്ങളും കേട്ടിരിക്കുന്ന ദൈവ ശബ്ദങ്ങൾ, ഇറ്റ് ഈസ് എ ഗ്ലാഡ് ടൈഡിങ്. ഇത് ഒരു സദ്വർത്തമാനമാണ്. ഇത് മനോഹരമായിട്ടുള്ള ഒരു സന്തോഷമുളവാക്കുന്ന ഒരു ശബ്ദമാണ് ഞാനും നിങ്ങളും കേട്ടിരിക്കുന്നതെന്ന് മറന്നു പോകണ്ട. 1-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ ഇതേ ശബ്ദം സംഭവിച്ചത് മറിയയോട് ദൂതൻ വന്ന് പറയുകയാണ്: നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത്, അവൾ ഗർഭവതിയായിരിക്കുന്നു, അവൾക്കിപ്പോൾ ഇത് 6-ാം മാസം. അത് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഇത് സ്വർഗത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ഒരു കാര്യമാണ്. സ്വർഗത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന സദ്വർത്തമാനമാണ് ഞാനും നിങ്ങളും കേട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കണ്ണിന് മുമ്പിൽ അത് സംഭവിച്ചില്ല എന്ന് വരാം, എങ്കിലും സ്വർഗത്തിൽ ഇത് പ്രസിദ്ധമായിരിക്കുന്നു. അതിന്റെ തെളിവാണ് ദൂതൻ വന്ന് മൈലുകൾക്കപ്പുറത്ത് മറിയോട് ഈ കാര്യം വിളിച്ചു പറയുന്നത്. അപ്പോൾ ഇത് സ്വർഗത്തിന്റെ വാർത്തയാണ്, സ്വർഗത്തിന്റെ സദ്വർത്തമാനമാണ്. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള കാര്യമാണ് ഞാനും നിങ്ങളും കേട്ടിരിക്കുന്നത്. മറ്റൊന്ന്, 1-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ മറിയ കേട്ട ദൈവശബ്ദത്തോട് സംശയത്തോടുകൂടി ഇതെങ്ങനെ സംഭവിക്കും, ഇതെന്തോന്നിനാൽ സംഭവിക്കും എന്ന് മറിയ ദൂതനോട് ചോദിക്കുമ്പോൾ ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്: ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. അതേ ദൈവമക്കളെ, ഞാനും നിങ്ങളും കേട്ടിരിക്കുന്ന ഈ ദൈവ ശബ്ദം എന്ന് പറയുന്നത് അത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ദൈവശബ്ദമാണ്. ലോകത്തിന്റെ മുമ്പിൽ ദിസ് ഈസ് ഗോയിങ് ടു പ്രൂവ് ദാറ്റ് there is nothing impossible with God. ഒന്നും അസാധ്യമല്ല എന്ന് ദൈവത്തിന് ലോകത്തോട് വിളിച്ചു പറയുവാൻ, തെളിയിച്ചു കാണിക്കുവാനായിട്ടുള്ള ഒരു ദൈവശബ്ദമാണ് ഞാനും നിങ്ങളും കേട്ടിരിക്കുന്നത് എന്ന് ഓർക്കുക. ഹല്ലേലൂയ, സ്തോത്രം. 1-ാം അധ്യായത്തിന്റെ 63-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: യോഹന്നാൻ എന്നെഴുതി എല്ലാവരും ആശ്ചര്യപ്പെട്ടു. മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ശബ്ദമാണ് ഞാനും നിങ്ങളും കേട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എ മാർവലിംഗ് ന്യൂസ്, an amazing news, a news which is going to bring amazing experience. ആശ്ചര്യകരമായ അനുഭവം കൊണ്ടുവരുന്ന
ഒരു ശബ്ദമാണ് ഞാനും നിങ്ങളും കേട്ടിരിക്കുന്നതെന്ന് ഒരിക്കലും മറന്നു പോകണ്ട. ഹല്ലേലൂയ. ഓർത്തു നോക്കിക്കേ, ഇത് ഒരു പ്രൈവറ്റ് ആയിട്ടിരുന്ന് കേട്ട ഒരു കാര്യമാണ്, ഒറ്റയ്ക്ക് കേട്ടതാണ്. കൂട്ടത്തിന്റെ നടുവിലിരുന്ന് കേട്ടാലും പലപ്പോഴും പല ദൈവ ശബ്ദങ്ങളും നമുക്ക് ഒറ്റയ്ക്കിരുന്ന് കേൾക്കുന്നതിന് തുല്യമാണ് എന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ മറ്റു പലരോടും സംസാരിക്കാത്ത വിധത്തിൽ ദൈവത്തിന്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കും. നാം വ്യക്തിപരമായിട്ടാണ്, ഒരു വലിയ കൺവെൻഷൻ ഇരുന്ന് കേൾക്കുമ്പോൾ പോലും പലപ്പോഴും അത് വ്യക്തിപരമായിട്ടാണ് നാം കേൾക്കുന്നത്. നാം കേട്ട വ്യക്തിപരമായ ശബ്ദങ്ങൾ, ആത്മാവിന്റെ കാതിൽ കേട്ടത്, ഒറ്റയ്ക്കിരുന്ന് കേട്ടത്, കൂട്ടത്തിന്റെ നടുവിൽ ഇരിക്കുമ്പോൾ പോലും ഹല്ലേലൂയ സ്തോത്രം, ഏകനായിരുന്ന ശബ്ദം ശ്രവിക്കുന്നത് പോലെ ഹല്ലേലൂയ എന്നോട് മാത്രം സംസാരിച്ച ആ ശബ്ദം, ആ ഒറ്റയ്ക്കിരുന്ന് കേട്ട ദൈവ ശബ്ദം ഹല്ലേലൂയ അതൊരു വാർത്തയാകാൻ പോവുകയാണ്. അതൊരു വാർത്തയാകാൻ പോവുകയാണ്. യെസ്, the voice which you have heard is going to be a news. The voice which we have heard is going to be a news in the country. കാരണം 1-ാം അധ്യായത്തിന്റെ 65-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, this news brought fear among the Gentiles. ജാതികളുടെ ഇടയിൽ, യഹൂദ പട്ടണത്തിൽ ഹല്ലേലൂയ ഒരു ഭയം കൊണ്ടുവന്നു. ഇത് സ്തോത്രം, മറ്റുള്ളവർക്ക് ഭയം കൊണ്ടുവരുന്ന ഒരു വാർത്തയായി ഇത് മാറുകയാണ്. ആശ്ചര്യം മാത്രമല്ല, ഭയം കൊണ്ടുവരുന്ന ഒരു വാർത്തയായും കൂടെ ഇത് മാറും എന്നുള്ളത് ഓർക്കുക. ഹല്ലേലൂയ. അവിടെ തന്നെ 65-ാം വാക്യത്തിൽ തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, ഇറ്റ് നോയിസ്ഡ് അബ്രോഡ് ത്രൂ ഔട്ട് ദ കൺട്രി ഓഫ് ജുഡയ. ഹല്ലേലൂയ, ഇറ്റ് നോയിസ്ഡ് അബ്രോഡ്. ഇത് ആ ദേശത്ത് മുഴുവൻ പരക്കുന്ന ഒരു വാർത്തയായി, ഹല്ലേലൂയ, അതിര് വിട്ട് പരക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയുണ്ടായി എന്ന് ഓർക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ we are going to see what we heard. നാം കേട്ട കാര്യങ്ങൾ, ഒറ്റയ്ക്ക് മുറിയിലിരുന്ന് കേട്ടത്, ദൈവശബ്ദത്തിന്റെ നടുവിൽ, ദൈവവചനത്തിന്റെ ശുശ്രൂഷയുടെ നടുവിൽ കേട്ടത്, ഹല്ലേലൂയ, കൺവെൻഷന്റെ നടുവിൽ കേട്ടത്, ഒരു പ്രവാചകനെ അയച്ച് നമ്മളെ കേൾപ്പിച്ചത്, നമ്മുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് തന്ന വചന വെളിപ്പാടിലൂടെ നാം കേട്ട കാര്യങ്ങൾ കാണുന്ന ഒരു വർഷമാണെന്ന് നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. സോ ലെറ്റ് us envision the voice. ഹല്ലേലൂയ. നമുക്കതിനായി ഒരുങ്ങാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. God bless you.